ഇന്നത്തെ യാത്രയുടെ പമ്പിൽ അവസാനിച്ചായിരുന്നു. അപ്പോൾ ഇന്ന് യാത്ര തുടങ്ങാൻ പോവാണ്. അപ്പോൾ അതിന് മുമ്പാട് നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് സമയം കൂടുതലെടുക്കും. സമയം മാത്രമല്ല, എനിക്ക് കുക്ക് ചെയ്യാനായിട്ട് പ്രശ്നമൊന്നുമില്ല, പുട്ടുപൊടിയൊക്കെ ഉണ്ട്. പക്ഷെ എന്താ വെച്ചാൽ കഴിഞ്ഞ ദിവസം ഞങ്ങള് പുട്ടുണ്ടാക്കി, പക്ഷെ ഞങ്ങളത് പച്ചയ്ക്ക് തന്നെ തിന്നു ചെയ്തത്, പഴമൊന്നും കിട്ടിയില്ല. പക്ഷെ ഇന്നും അതുപോലെ എവിടെ നിന്നെങ്കിലും പോകുന്ന വഴിക്ക് പഴം കിട്ടുന്നൊക്കെ ആലോചിച്ചാണ് നോക്കിയാ വന്നത്, പക്ഷെ കിട്ടിയില്ല. അപ്പോൾ നമ്മുടെ താമസിച്ച ഈ ടെന്റ് ചെയ്ത പമ്പിന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ചെറിയ കടയുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. ആണ് നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ വന്ന തട്ടുകട. ഇവിടെ എന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയില്ല, നോക്കട്ടെ. ഫ്രണ്ട്സ്, ഇവിടെ എന്തൊക്കെയുള്ളതെന്ന് ഞങ്ങൾ ചോദിച്ച്. പൂരി ഉണ്ട്, ഇഡലി ഉണ്ട്, പിന്നെ ലെമൺ റൈസ്, മസാല റൈസ്. അപ്പോൾ ലെമൺ റൈസും മസാല റൈസിൻ്റെ ടേസ്റ്റ് എന്നാണെന്നറിയില്ല. അതുകൊണ്ട് അച്ഛനോട് ഇത് ആ ടേസ്റ്റിനൊന്നും അറിയില്ലല്ലോ, അപ്പോൾ എങ്ങനെയാണ് വാങ്ങണേന്നുള്ളൊരു ഇന്നിപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു എന്നാൽ കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കുക എന്നിട്ട് കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നിട്ടുണ്ട്. ഇതാണ് ആ സാധനം. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. മസാല റൈസും ലെമൺ റൈസും കൂടെ മിക്സ് ചെയ്തിട്ട് വാങ്ങിച്ച് ഇത് തന്നെ തിന്നാമെന്ന് വിചാരിച്ച ചേട്ടൻ ടേസ്റ്റ് ചെയ്യാൻ തന്നത് കൊള്ളായിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പോൾ ഈ റൈസ്, ഒരു പ്ലേറ്റ് റൈസും 2 ബജ്ജിയും കൂടെ 50 റുപ്യാട്ടോ. അതുപോലെ ഇവിടെ ഫുള്ള് കാറ്റാടിപ്പാടങ്ങളാണ്. കാറ്റാടി എല്ലായിടത്തും ഇവർക്ക് ഭയങ്കര കാറ്റ് ഇവിടെ കിട്ടുന്ന സ്ഥലമാണ്. അപ്പം അവരത് പരമാവധി പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇനി നമ്മുടെ ട്രാവൽ തുടങ്ങുകയാണ്. നമ്മൾ നേരെ ഹംപിയിലേക്ക്. ഇവിടെ നിന്ന് ഏകദേശം 60 കിലോമീറ്റർ, 1 മണിക്കൂർ എടുക്കുമായിരിക്കും. നല്ല ഹൈവേ ആയതുകൊണ്ട് 1 മണിക്കൂർ എടുക്കുള്ളൂ. അപ്പോൾ നമ്മൾ നമ്മുടെ വണ്ടിയുടെ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ലഗേജൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അങ്ങോട്ട് പോകാം. നമ്മുടെ വണ്ടി ഓക്കെ, നമുക്ക് പോവാം. കാളയ്ക്ക് ഇവിടെ കാര്യം സ്കൂളിൽ പോകാൻ വന്നാണോ? ഞങ്ങൾ പോണേ ടാറ്റ. സ്കൂളിൽ പോണ ഇവിടെ തുംഗഭദ്ര ഡാം കണ്ടപ്പോൾ തന്നെ ഇറങ്ങിയതാണ്, കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. കടൽ പോലെ തോന്നി, നല്ല കാറ്റ് കോളൊക്കെ ഉണ്ടായിരുന്നു. അതെ, നമ്മളെ കണ്ടപ്പോഴത്തേക്കും നമ്മളോട് ലഡാക്ക് പോകണമെന്ന് പറഞ്ഞപ്പോഴത്തേനും വർത്തമാനം പറയാനൊക്കെ ആയിട്ട് ഓടി വന്നവരടിയോടൊക്കെ നമ്മളെ പരിചയപ്പെട്ടു. നമ്മൾ പോകുന്നതും അടിപൊളിയാണ്, നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് സൂപ്പർ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര നമ്മളെന്താ പറയുക, ഭയങ്കര പ്രചോദനം തന്നു. ഞങ്ങളുടെ കൂടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തവർ. അപ്പോൾ ഇവിടെ ഞങ്ങൾ ഇത് ഡാമാണ് എന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ ഇതിൽ ഞങ്ങൾ മുകളിൽ ഹൈവേ കൂടെ പോകുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ഓളം തന്നെ. അപ്പം നമ്മൾ ഈ ഓളം വെട്ടണം
കടലിലാണല്ലോ കണ്ടേക്കുന്നത്. ഇവിടെ എവിടെയാ കടൽ എന്നൊക്കെ ആലോചിച്ച് ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ അതേ കാണിച്ചു തരാം. നിങ്ങൾ കടൽ പോലെ തോന്നണില്ലേ? കണ്ട തിരമാല അടിച്ചു കയറുന്ന പോലെ തോന്നണില്ലേ? പക്ഷെ ഇതാണ് ഇവിടുത്തെ കാറ്റ്. കൊച്ചവിടെ എല്ലാവരും വന്ന് ഞങ്ങളുടെ ഇൻസ്റ്റാ ഐ ഡിയും യൂട്യൂബ് ചാനലൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു തുടങ്ങിയുള്ളൂ, ചാനൽ തുടങ്ങിയുള്ളൂ, വീഡിയോസൊന്നും ഇട്ട് തുടങ്ങിയില്ല എന്നൊക്കെ പറഞ്ഞു. അവർക്കറിയില്ലല്ലോ നമ്മുടെ ചാനൽ ജനിച്ച് വീണ 28 പോലും കഴിഞ്ഞിട്ടില്ലാന്ന്. ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് വാങ്ങണതാണ് ഈ കാണുന്നത്. എന്നോട് ഞാൻ പറഞ്ഞു തുടങ്ങിയിട്ടേ ഉള്ളൂ, 5 വീഡിയോസൊന്നും ഇല്ലാന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഇത് നമ്മൾ ഇവിടെ പരിചയപ്പെട്ടവരാണ്. എല്ലാവരും നമ്മുടെ അടുത്ത് ഓടി വരുന്നുണ്ട്, ഫോട്ടോ എടുക്കുന്നുണ്ട്. നമ്മുടെ യൂട്യൂബ് ചാനൽ അതൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അവരതൊക്കെ ഇൻസ്റ്റഗ്രാമും ഇതൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ വേറൊരു ഭായിയാണ്. ഭായി നമ്മളോട് കുറേ നേരം സംസാരിച്ചു. നല്ല നൈസ് ആളാണ്. ആദ്യം കണ്ടിട്ട് എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. പിന്നെ ഇവിടെ ഒരു ശിലാലിഖിതം എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഇത് ദേശീയ സംരക്ഷിത സ്മാരകമാണ്. മാമിനി സുൽത്താൻ്റെ കാലത്ത് ജീവിച്ചിരുന്ന ഒരു മുസ്ലിം യോദ്ധാവായിരുന്ന അഹമ്മദ് ഖാൻ റൗത്തറിൻ്റെ ശവകുടീരാണ്. ഇതിന് ചുറ്റിലും ധാരാളം വേറെയും ശവക്കല്ലറുകളുണ്ട്. അതെല്ലാം പഴയ മുസ്ലിം യോദ്ധാക്കളുടെ ശവക്കല്ലറുകളാണ്. ഇതിൻ്റെ പുറകിലായിട്ട് കരിങ്കല്ല് ഇങ്ങനെ പാകിയിട്ടുള്ളൊരു നടപ്പാതയുണ്ട്. ഇതിങ്ങനെ ജസ്റ്റ് സന്ദർശകർക്കൊക്കെ നടക്കാൻ വേണ്ടി ഇങ്ങനെ ഇട്ടേക്കണതാണ്. അതിൻ്റെ സൈഡിൽ ഇങ്ങനെ ബെഞ്ചുകളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അവിടെ ഇരിക്കാനൊക്കെ ആയിട്ട്. ഈ വഴി ഇങ്ങനെ പോണത് കുറേ പാറക്കൂട്ടങ്ങളുടെ അടുത്തേക്കാണ്. പക്ഷേ അങ്ങോട്ടേക്ക് നമുക്ക് പോകാൻ പറ്റില്ല, അവിടെ ഒരു ക്ലോസ് ചെയ്തേക്കുവാണ്. ഇത് ഹംപിയിലെ കതിരാമ്പുരം എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് കേട്ടോ സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ സന്ദർശകരൊക്കെ കുറവാണെന്നാണ് എൻ്റെ കെയർടേക്കർ പറഞ്ഞത്. പക്ഷേ ഇത് നല്ലൊരു സ്പോട്ടാണ്. അധികം ആരും ശ്രദ്ധിക്കപ്പെടാത്തൊരു ചരിത്ര സ്മാരകമാണ്. നിങ്ങൾ ഇതുവഴി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് കയറി കാണണം. വിജയനഗര സാമ്രാജ്യകാലത്ത് അവിടെ സേവനമനുഷ്ഠിച്ചിരുന്ന മുസ്ലിം സൈനികരുടെയൊക്കെ ശവക്കല്ലറുകളാണ് ഇത് ഈ കാണുന്നതൊക്കെ. അങ്ങനെയാണ് ഞങ്ങളിവിടെ ചോദിച്ചപ്പോൾ കെയർടേക്കർ ഞങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഇവിടെ ഒത്തിരി ശവക്കല്ലറുകളുണ്ട്. ഇവിടെയൊക്കെ ഒത്തിരി ശവക്കല്ലറുകളുണ്ട്. ഹംപിയിലെ കാഴ്ചകൾ നമുക്ക് ഈ ഒരൊറ്റ വീഡിയോ കൊണ്ട് ഒരിക്കലും പൂർത്തിയാക്കാൻ പറ്റില്ല. കാരണം അത്രയേറെ കാഴ്ചകൾ ഇവിടെയുണ്ട്. കാഴ്ചകൾ മാത്രമല്ല, കുറേയേറെ ഇൻഫർമേഷൻസും ഒക്കെ ഇവിടെയുണ്ട്. നിങ്ങൾക്ക് തരാൻ വേണ്ടി ഞങ്ങളുടെ കയ്യിലുണ്ട്. അപ്പോൾ നമുക്ക് അതെല്ലാം അടുത്ത വീഡിയോയിലാണ് ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞങ്ങൾ വരും. നിങ്ങൾ കാത്തിരിക്കുക.